ഞാനിവിടെ കുറച്ച് തിരക്കിലാണ് കേട്ടോ, കുറച്ച് പാക്കിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുകയാണേ. ഞാനിപ്പോൾ തൃശ്ശൂർക്ക് പോവാണ് കേട്ടോ, ഹബ്ബിയുടെ വീട്ടിൽ പോവാണ്. അപ്പോൾ ആ സാധനങ്ങളൊക്കെ ഇങ്ങനെ എടുത്ത് വെച്ചോണ്ടിരിക്കുക. രാവിലെ തൊട്ട് തുടങ്ങിയ പരിപാടിയാണ് കേട്ടോ, ഓരോന്ന് അടുക്കലും വർക്കലൊക്കെ ആയിട്ട് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇപ്പോൾ ഓൾമോസ്റ്റ് കഴിയാറായി. ഇനി ഇവിടെ കുറച്ച് ഡ്രസ്സും കൂടെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ സംഭവം കഴിഞ്ഞു കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ വേഗം ഇതൊക്കെ ചെയ്യട്ടെ. അങ്ങനെ ഓൾമോസ്റ്റ് സാധനങ്ങളൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല, എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ റൂമൊക്കെ ആകെ കോളാക്കി ഇട്ടിട്ടുണ്ട്. അതൊക്കെ ഇനി ഉമ്മച്ചിയുടെ പണിയാട്ടോ. ഞങ്ങൾ പോയി കഴിയുമ്പോൾ ഉമ്മച്ചിയാണ് ഇതൊക്കെ ഒന്ന് അടിച്ചു പെറുക്കി വൃത്തിയാക്കാനായിട്ട്. പിന്നെ അപ്പോൾ ഈ ഒരു ബാഗിൽ ഇവാടെ ഡ്രസ്സാണ് വെച്ചേക്കണേ. പിന്നെ ഇതിലെൻ്റെ ലാപ്ടോപ്പും കാര്യങ്ങളും, പിന്നെ ഇതിനകത്ത് എനിക്ക് കുറച്ച് റിവ്യൂസിനൊക്കെ വേണ്ടിയിട്ടുള്ള കുറച്ച് പ്രോഡക്ട്സും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. കുറച്ച് ഞാൻ യൂസ് ചെയ്ത് ഓൾറെഡി കാണിച്ചിട്ടുള്ളതാണ്. അങ്ങനത്തെ സാധനങ്ങൾ ഞാൻ യൂസ് ചെയ്യുന്ന സാധനങ്ങളൊക്കെയാണ്. പിന്നെ ഇതെന്ന് വെച്ചാൽ എൻ്റെ ബാഗ്, എൻ്റെ ഡ്രസ്സും കാര്യങ്ങളാട്ടോ ഇതിനകത്തുള്ളത്. പിന്നെ ഇതിലെൻ്റെ കുറച്ച് മേക്കപ്പ് സാധനങ്ങളൊക്കെയാണ് ഈ ഒരു ബോക്സിലുള്ളത്. പിന്നെ ഈ ഒരു കിറ്റിൽ കുറച്ച് ഇവാടെ ഹെയർ ബാൻഡും കാര്യങ്ങളും, ഇവാടെ ബ്രഷ്, എൻ്റെ മെൻസ്ട്രൽ കപ്പ്, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ആണ് അതിലിട്ടേക്കണേ. ഇത് ഞാൻ അവിടെ ഉമ്മാക്കും വാപ്പാക്കും റിച്ചുവിനൊക്കെ വേണ്ടിയിട്ടുള്ള കുറച്ച് ഗിഫ്റ്റ് വാങ്ങിയതാണ് കേട്ടോ. അപ്പം ഞാൻ നാളെ ചെന്നിട്ട് രാവിലെ തന്നെ അവർക്ക് എന്തായാലും കൊടുക്കും കേട്ടോ. അങ്ങനെ ഞാൻ വിചാരിച്ചേക്കണേ. അപ്പം ഞാൻ വീഡിയോ എടുത്തിട്ട് കാണിക്കാം ഞാൻ എന്താ ഉള്ളതെന്ന്. ഗിഫ്റ്റൊക്കെ ഞാൻ ഈ ഒരു കവറിലോട്ട് ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് പെട്ടെന്ന് മനസ്സിലാവില്ലല്ലോ, എൻ്റെ സാധനങ്ങളുടെ കൂട്ടത്തിൽ ഇങ്ങനെ കൊണ്ടുപോയാൽ മതി കേട്ടോ. അപ്പം ഞാൻ ഇത് വിചാരിച്ചേക്കണേ, കൊണ്ടുപോയിട്ട് അവിടെ അകത്ത് അലമാരി വല്ലതും വെച്ചിട്ട് ആരെയും കാണിക്കാണ്ട് നാളെ രാവിലെ എടുത്ത് സർപ്രൈസ് ആയിട്ട് കൊടുക്കാമെന്ന് കേട്ടോ. അല്ലാണ്ട് ഇതിപ്പോൾ ഞാൻ പുറത്തെടുത്ത് കയ്യിൽ പിടിച്ച് കൊണ്ടുപോയിക്കഴിഞ്ഞാൽ എന്തായാലും ആ ഒരു സസ്പെൻസ് പൊളി. അതുകൊണ്ട് വലിയ വിദഗ്ധമായിട്ട് പാക്ക് ചെയ്തിട്ടൊക്കെ കൊണ്ടുപോകണേ. ഞങ്ങളുടെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇറങ്ങാൻ പോവാണേ. ഇപ്പോൾ സമയം ഓൾമോസ്റ്റ് 5:30-5:45 കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പം ഇറങ്ങിക്കഴിഞ്ഞാൽ രാത്രിയാവും എന്തായാലും എത്തുമ്പോൾ, ഒരു 10 മണിയോട് അടുപ്പിച്ച് എത്തുള്ളൂ കേട്ടോ. ഇവ അതാ വലിയ ആളായിട്ട് അങ്ങ് ദൂരെ പോയി നിൽക്കുകയാണ്. ഇവ പോകാനായിട്ട് ഭയങ്കര ഇൻട്രസ്റ്റിൽ. വണ്ടി കയറിയപ്പോൾ നല്ല ഉറക്കമായിരുന്നു കേട്ടോ. ഞാനും ഉറക്കമായിരുന്നു, ഇവ കുട്ടി ഉറക്കമായിരുന്നേ. പപ്പ ഇപ്പോൾ പെട്രോൾ അടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ പെട്രോൾ പമ്പിൽ നിർത്തിയാണ് കേട്ടോ. അപ്പോഴാണ് ഞങ്ങൾ എണീറ്റത്.
ഞങ്ങൾ അങ്ങനെ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനാണെങ്കിൽ ട്രാവൽ ചെയ്ത് വന്നുകൊണ്ട് അത്യാവശ്യം നല്ല ടയേർഡായിട്ട്, എനിക്ക് ഒരിക്കലും ഇല്ലാത്ത പോലെ ഇന്ന് ഭയങ്കര തലവേദനയൊക്കെ ആയിട്ട് ആകെ വയ്യായിരുന്നു. അപ്പോൾ അതാ ഇവിടെ ബെഡിൽ കൊണ്ട് സാധനങ്ങളൊക്കെ നിരത്തി വെച്ചിട്ടുണ്ട്, ബാഗും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റ് ആക്കണം, ബെഡ്ഷീറ്റൊക്കെ വിരിക്കണം, ഒന്ന് ഫ്രഷ് ആവണം. അതൊക്കെയാണ് ഞാൻ അടുത്ത പരിപാടി. പിന്നെ ഫുഡ് കഴിക്കണം. ആകെ വയ്യാതെ ഭയങ്കര എന്താണെന്നറിയില്ല, ഭയങ്കര തലവേദനയായിട്ട് ആകെ ഒരു ഭയങ്കര ക്ഷീണമായിട്ടിരിക്കാട്ടോ ഇന്ന്. അപ്പോൾ എന്തായാലും ഞാൻ എങ്ങനെയാലും ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ. ഇനിയിപ്പോൾ എന്തായാലും ആദ്യം തന്നെ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചോട്ടോ. അപ്പോൾ ഇവിടെ പൊറോട്ടയാണ്. പൊറോട്ട എവിടെ നിന്നാ? പൊറോട്ടയാണ് കേട്ടോ. പൊറോട്ടയും ചിക്കൻ കറിയല്ലേ ഇത്? പൊറോട്ടയും ചിക്കൻ കറിയാണ് ഇവിടെ കഴിക്കാനായിട്ട്. അപ്പോൾ റിച്ചുത ആദ്യം തന്നെ ഇവിടെ സീറ്റൊക്കെ പിടിച്ചിരുന്ന് എല്ലാം കാലിയാക്കിയിട്ടുണ്ട്. സെറ്റാക്കി ബെഡൊക്കെ വിരിച്ച് റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഇവ ഓൾറെഡി സീറ്റും പിടിച്ചിട്ടുണ്ട്, ഇവ കിടപ്പ് തുടങ്ങി. പിന്നെ എൻ്റെ പെട്ടിയും ബാഗും കാര്യങ്ങളൊന്നും ഞാൻ മടക്കി വെച്ചിട്ടൊന്നും ഇല്ല, ഒന്നും എടുത്ത് വെച്ചിട്ടില്ല. എൻ്റെ ഡ്രസ്സുകളൊക്കെ ഇനി അലമാരയിലൊക്കെ വെക്കണം. അതൊന്നും ഇപ്പം എനിക്കിനി വയ്യാട്ടെ, എനിക്ക് അതിനുള്ള ആരോഗ്യമൊന്നും ഇല്ല, അത്യാവശ്യം നല്ല ടയേർഡായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നാളത്തേക്ക് വെച്ചേക്കാണ്. ബാക്കി കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടോ. പിന്നെ എല്ലാവരും കിടന്നു, എല്ലാവരും കുറേ നേരം, ഇപ്പോൾ 12 മണിയായിട്ടോ. ഞങ്ങൾ കുറച്ച് വർത്താനൊക്കെ പറഞ്ഞിരുന്നു, എല്ലാവരും കിടന്നു. അപ്പം ഞങ്ങൾ ഇനി കിടക്കാൻ പോവാണ്, വേഗം ഉറങ്ങട്ടെ. അപ്പം നമുക്കിനി വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ 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 ബൈ.